ഒരാളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ നോക്കിയാൽ മതി. അപ്പോൾ അഡ്വക്കേറ്റ് കെ വി പ്രദീപ് എന്താണ് എന്ന് അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് നോക്കിയാൽ മാത്രം മതി അദ്ദേഹം എന്താണ് എന്ന് മനസ്സിലാക്കാൻ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് നോക്കിയാൽ മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബി ജെ പി നേതാക്കളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ്. മാത്രമല്ല രാഹുൽ ഗാന്ധിയെ, കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവായ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ടുള്ള പോസ്റ്റുകൾ പോലും അദ്ദേഹം ഇട്ടിട്ടുണ്ട്. ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം ദി ഗ്രേറ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്നാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഡ്വക്കേറ്റ് കെ വി പ്രദീപ് വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല കേരളത്തിൽ ബി ജെ പി അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ കേരളത്തിൽ ബി ജെ പിയുടെ പുതിയ മുഖം വരുന്നു, എല്ലാ ആശംസകളും ബി ജെ പിക്ക് എല്ലാ ആശംസകളും നേരുകയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഉക്രൈൻ റഷ്യ യുദ്ധം നടന്ന സമയത്ത് ഉക്രൈൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആഗ്രഹിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ്. നാലാമത്തെ പോസ്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, രാഹുൽ ഗാന്ധി വിമർശിക്കുന്നതാണ്. അതായത് ഇന്ത്യയെ കൊള്ളയടിച്ച് കൊഴുത്താണ് ബ്രിട്ടൻ വളർന്നത്, അത് 8 വർഷം കൊണ്ട് തിരിച്ചു പിടിച്ച് അവരെ കടത്തിവെട്ടി 5ാം സ്ഥാനത്ത് രാജ്യത്തെ കൊണ്ടെത്തിച്ച മോദിക്കെതിരെ BBC കരഞ്ഞതിൽ അത്ഭുതമില്ല. പക്ഷേ സായിപ്പിനെയും കൂട്ടുപിടിച്ച് സ്വന്തം നാടിൻ്റെ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് അദ്ദേഹം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ ലണ്ടനിൽ പോയി വിമർശിച്ചതിനെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണിത്. അപ്പോൾ ഈ കോൺഗ്രസ് ഭരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ നോക്കണ്ട, ഇദ്ദേഹം ഒരു അസൽ കമ്മി മാപ്പരയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതര പാർട്ടികളോടും അതേപോലെ തന്നെ രാജ്യം ഭരിക്കുന്ന പാർട്ടി ആയിക്കോട്ടെ, ഇവിടെ കോൺഗ്രസ് ആയിക്കോട്ടെ, എല്ലാവരോടും വിരുദ്ധതയും അദ്ദേഹത്തിൻ്റെ അടിമത്തം എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനത്തോട് മാത്രമാണ് എന്നുള്ളത് സ്പഷ്ടമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങളെ കണ്ടിട്ടാണ് കേട്ടോ പറയുന്നത്. ഒരാളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നതും ഒരാൾ ഒരു കാര്യത്തിലെടുക്കുന്ന നിലപാട്, അഭിപ്രായം എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യാനുള്ള ഒരു മാനദണ്ഡത്തിന് തടസ്സമാവരുത്. അഡ്വക്കേറ്റ് കെ വി പ്രദീപിൻ്റെ രാജിയെ ഞാനും അനുകൂലിക്കുന്നു. കാരണം അതൊരു ധാർമ്മികപരമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അദ്ദേഹത്തെ ആ ഒരു ഗവൺമെൻറ് പ്രൊഫഷനിൽ നിർത്താൻ കഴിയില്ല. കാരണം അദ്ദേഹം മുമ്പ് അതേപോലത്തെ ഒരു കേസിൽ, സ്വർണ്ണക്കൊള്ളയുടെ കേസിൽ ഒരു കമ്പനിക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ആ കൊള്ളയിൽ ഉൾപ്പെട്ടു എന്ന് സംശയപ്പെടുന്ന കമ്പനിക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്തിരുന്നതാണ് വാർത്ത. അപ്പോൾ ധാർമ്മികപരമായിട്ട് അദ്ദേഹത്തിന് ദേവസ്വവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവം വരുമ്പോൾ പൊതുവെ അതൊരു അമർഷം ഉണ്ടാക്കുന്നതാണ്. അദ്ദേഹത്തിന് ധാർമ്മികപരമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടാൻ എല്ലാവിധ അവകാശവും. പക്ഷേ ഇതിൽ ഈ 4 സംഭവങ്ങൾ പറയുന്നില്ലേ, അതിൽ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് വേറൊന്നുമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നമ്മൾ പ്രകീർത്തിച്ചാൽ നമ്മൾ ഉടനെ സംഖ്യവും, നമ്മൾ BJP ഒരു നേതാവിനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നമ്മൾ സംഖ്യവും. പിന്നെ പറയുന്നത് രാഹുൽ ഗാന്ധി ലണ്ടനിൽ പോയി പറഞ്ഞ കാര്യത്തെക്കുറിച്ച്, അത് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം വന്നിട്ട് രാഹുൽ ഗാന്ധി അവിടെ പോയി പറഞ്ഞത്, അതിന് വിമർശിക്കാനുള്ള ഇവിടെ ഉള്ളവർക്കുണ്ട്. തിരിച്ച് രാഹുൽ ഗാന്ധി കൊണ്ട് ഒരു ആവറേജ് കമ്മി മാപ്പറയുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് സോഷ്യൽ മീഡിയ ഒന്നും ആവശ്യമില്ല. ഇവരൊക്കെ വർത്താനം കേട്ടാൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. പക്ഷേ ഈ രാജ്യം എന്ന് പറയുന്നത് ധാർമ്മികതയുടെ പേരിലാണ്, അതിനെ ഞാൻ അനുകൂലിക്കുന്നു, അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്.